ഇവിടുത്തെ ഒരു രക്ഷാപ്രവർത്തനം വളരെ അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ മസ്ട്രോള് പരിശോധിച്ചപ്പോൾ സൂപ്പർവൈസർ അടക്കം പറഞ്ഞത് 18 പേരാണ് ഇന്ന് ജോലിക്കിറങ്ങിയത്. അതിൽ 9 പേര് മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലുണ്ട്. ഒരു ബോഡി ഇവിടുന്ന് കിട്ടി, അത് വൈത്തിരി താലൂക്ക് ആസ്പത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരാളെ നേരത്തെ കിട്ടി, അത് ഇവിടെ HMLൻ്റെ ക്ലിനിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഡെത്തായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ 11. ഇനി അവർ കണക്കനുസരിച്ച് 7 പേരെ കൂടി കാണണം. അപ്പോൾ 7 പേരെ കണ്ടു കിട്ടണമെങ്കിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പാലത്തിൻ്റെ കണക്ടിവിറ്റി നടത്തേണ്ടതുണ്ട്. 2 ഭാഗത്തു നിന്നും JCB പണി തുടരുകയാണ്. അപ്പോൾ പാലത്തിൽ കൂടി അങ്ങോട്ട് രക്ഷാപ്രവർത്തകർക്ക് പോകാൻ കഴിഞ്ഞാൽ പിന്നെ അവർ ഏത് പോയിന്റിലാണ് ഏത് പോയിന്റിലാണ് അവർ ജോലി ചെയ്ത് അവിടെ ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. നിലവിൽ 7 പേരാണോ കുടുങ്ങിക്കിടക്കുന്നത്? 7 പേരാണ് അവരുടെ കണക്കനുസരിച്ചുള്ളത്. ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാവുന്നത് മണ്ണ് അടിഞ്ഞുകൂടിയതാണോ ബാധിക്കുന്നത്? മണ്ണ് അടിഞ്ഞുകൂടിയതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നത്. മാത്രമല്ല ഇത് നമ്മളൊരു പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യ നിർമ്മിതമായ ഒരു ദുരന്തമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ മണ്ണ് ഡംപ് ചെയ്യുന്ന ആ മണ്ണാണ് ഇടിഞ്ഞത്. ആ മണ്ണിൻ്റെ ഒരു ഒഴുക്കാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം. അത് അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അത് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ PWD മന്ത്രി അതോടെ ഈ നിയോജകമണ്ഡല MLA മായ മന്ത്രി D സിദ്ദീഖ് അടക്കം ഗവൺമെൻറ് ഭാഗമായി ഏകോപിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും എത്തി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെത്തി. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം ഇവിടെയുണ്ട്, ജനപ്രതിനിധികളായ ഞങ്ങളിവിടെയുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മെറ്റീരിയൽ അതിൻ്റെ എക്യുപ്മെൻസും JCB, കിറ്റാച്ച്, ടിപ്പർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെത്തി. അപ്പോൾ ഇവിടുത്തെ സാഹചര്യം വെച്ച് ഇപ്പം എല്ലാ പണി നടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. നേരത്തെ തന്നെ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഈ മണ്ണ് നീക്കം ചെയ്യണം, അല്ലെങ്കിൽ പണി നിർത്തിവെക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കമ്പനിയോട് നേരത്തെ തന്നെ രേഖാമൂലം ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞത്. അല്ലെങ്കിൽ ഇതല്ല, തൊഴിലാളികളുടെ എണ്ണം കൂടുതലായിരുന്നു. തൊഴിലാളികളുടെ എണ്ണം ഇന്ന് കുറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. കാരണം ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ നമുക്ക് ദുരന്തം 2024 ഉണ്ടായത്. അപ്പോൾ എന്തായിരുന്നാലും ഈ JCB ഈ ടിപ്പർ ഉൾപ്പെടെയുള്ള പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ കണക്ടിവിറ്റി കിട്ടിയാൽ മാത്രമേ ബാക്കി നമുക്ക് അവരെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്താൻ കഴിയൂ. ഇല്ല, പറയാൻ പറ്റില്ല. 2 പേരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്ന് HMLൻ്റെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിലുണ്ട്. ഒന്ന് ഇന്ന് കുറച്ച് മുമ്പ് കിട്ടിയ ബോഡി വൈത്തിരി താലൂക്ക് ആസ്പത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 9 പേര് ട്രീറ്റ്മെൻറ്റിൽ മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലുണ്ട്. 7 പേരെ കാണാനുണ്ട്. അതാണ് അവരുടെ കണക്കനുസരിച്ചുള്ളത്. ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടോ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ നിർമ്മാണ പ്രവൃത്തി ഇവിടെ തുടരാനുള്ള കാരണം? അല്ല, അത് എന്താണെന്നുള്ളത് അത് പരിശോധിക്കപ്പെടണം. സ്ഥിരീകരിച്ചിട്ടുണ്ട് 2 മരണം. 2 അല്ല, അങ്ങനൊരു ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിവരങ്ങൾ ലഭിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നുമില്ല. പക്ഷേ ഇതൊരു അപകട സൂചന ഉണ്ടാകുമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി ബാക്കി എല്ലാവരെയും മാറ്റുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോഴതിൻ്റെ താഴേക്കുള്ള ആളുകൾ മേലെയുള്ള ആളുകൾക്ക് മാറ്റാൻ തരും. അല്ല, അത് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട് റവന്യൂ. അതനുസരിച്ച് ദുരന്തത്തിൽ ഇനി പെടാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. 18 പേരാണ്. 18 പേരിൽ 9 പേരിപ്പം മൂപ്പൻസ് മെഡിക്കൽ കോളേജിലോട്ട് ചികിത്സയിലുണ്ട്. 2 ഡെത്ത് ഉണ്ട്. 11 പേര്. 7 പേരാണ് മിസ്സിങ്. അത് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അത് കൊണ്ടുവരും. അതെ, ഇനി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിവിടെ വന്നാൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയുള്ളൂ. നമ്മുടെ കണക്കനുസരിച്ച് 7 പേര് ഇപ്പോൾ കിട്ടാനുണ്ട്.